വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ മരിച്ചവരുടെ എണ്ണം 264 200-ലധികം പേർ ഇനിയും കാണാമറയത്താണ്. രക്ഷാപ്രവർത്തനം മൂന്നാം ദിനവും തുടരുകയാണ്. കൂടുതൽ യന്ത്രസാമഗ്രികൾ രക്ഷാപ്രവർത്തനത്തിനായി എത്തിച്ചിട്ടുണ്ട്. ചാലിയാർ പുഴയിലും പരിശോധന തുടരും. ബെയിലി പാലത്തിന്റെ നിർമ്മാണം അവസാന ഘട്ടത്തിലാണ്. ഉച്ചയോടെ പാലം പണി പൂർത്തിയാകും. അതേസമയം ദുരിതാശ്വാസ ക്യാമ്പുകളിൽ 8000-ലധികം ആളുകളുണ്ട്. വിവരങ്ങളുമായി മേഘന മുരളി ചേരുന്നുണ്ട്. മേഘന, രക്ഷാദൌത്യം മൂന്നാം ദിവസത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഇപ്പോൾ ഏതൊക്കെ രീതിയിലുള്ള രക്ഷാപ്രവർത്തനമാണ് അവിടെ നടക്കുന്നത്? കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? ആതിര, ദുരന്തഭൂമിയിൽ ഇന്ന് മൂന്നാം ദിവസമാണ്. കഴിഞ്ഞ 2 ദിവസം മുന്നെയാണ് 3 തവണയായി ഈ ഭാഗത്ത് ഉരുൾപൊട്ടുകയും വലിയൊരു ദുരന്തം കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയൊരു ദുരന്ത ഭൂമിയായി ഈ ഒരു വയനാട്, മുണ്ടക്കൈ, ചൂരൽമല, അട്ടമല ഭാഗങ്ങൾ മാറുന്നത്. അതിനുശേഷം സമാനതകളില്ലാത്ത ഒരു രക്ഷാപ്രവർത്തനമാണ് ഈ മേഖലകളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ തുടർച്ച ഇന്നും ഉണ്ടാകുന്നു. ദ്രുതഗതിയിലുള്ള പ്രവർത്തനം, അത് ആർമിയും നേവിയും NDRF അടക്കമുള്ളവരുടെ നേതൃത്വത്തിൽ ദ്രുതഗതിയിലുള്ള ഒരു പ്രവർത്തനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ മരണസംഖ്യ 267ലേക്ക് ഉയരുകയാണ്. അത് വലിയ തരത്തിൽ ആശങ്കയുണ്ടാക്കുന്നുണ്ട്. അതായത് ഈ മരണസംഖ്യ കൂടുതലായി ഉയരുന്നതും കാണാതായവരുടെ എണ്ണം കൂടുന്നതും വലിയ തരത്തിൽ ആശങ്കയുണ്ടാക്കുന്നുണ്ട്. ഇന്ന് രാവിലെ മണിക്കൂറുകൾക്കകം മാത്രം 3 മൃതദേഹങ്ങളാണ് ലഭിച്ചത്. പല മണ്ണുകൾ മാറ്റുമ്പോഴും അല്ലെങ്കിൽ മണ്ണിനടിയിൽ നിന്നും കോൺക്രീറ്റ് പാളികളുടെ അടിയിൽ നിന്നും ഒക്കെ മൃതദേഹങ്ങൾ ലഭിക്കുന്ന അല്ലെങ്കിൽ കണ്ടുകിട്ടാത്ത അല്ലെങ്കിൽ തങ്ങളുടെ പ്രിയപ്പെട്ടവരെ അടക്കം മണ്ണിൽ പൊതിഞ്ഞു കാണേണ്ടി വരുന്ന അവസ്ഥ, അത് വലിയ തരത്തിൽ നിസ്സഹായമാണ്. എന്തായാലും ഇപ്പോഴത്തെ സുപ്രധാനമായിട്ടുള്ളൊരു ഘടകം എന്ന് പറയുന്നത് ഈ ബെയിലി പാല നിർമ്മാണം തന്നെയാണ്. ബെയിലി പാലം എന്ന് പറയുന്നത് അടിയന്തര സാഹചര്യങ്ങളിൽ സൈന്യം കൊണ്ട് ക്രമീകരിക്കുന്ന പ്രവൃത്തി പൂർത്തിയാക്കുന്ന ഒരു പാലമാണ് ബെയിലി പാലം എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ പ്രതിനിധി ഷെരീഫ് ടെലിഫോൺ ലൈനിലുണ്ട്. ഷെരീഫ്, രക്ഷാപ്രവർത്തനം ഇപ്പോൾ മൂന്നാം ദിവസവും തുടരുകയാണ്. ബെയിലി പാലത്തിന്റെ നിർമ്മാണം അവിടെ പുരോഗമിക്കുന്നുണ്ട്. നിലവിലെ സാഹചര്യം ഇപ്പോൾ എന്താണ്? നിലവിൽ നമ്മൾ ഈ ബെയിലി പാലം തന്നെയാണ് ഏറ്റവും വലിയ നിർണായകം. ഈ രക്ഷാപ്രവർത്തന നിർണായക ഒരു സംവിധാനം എന്ന് പറയുന്നത് ബെയിലി പാലം തന്നെയാണ്. കാരണം ആദ്യമുണ്ടായിരുന്ന ചെറിയ പാലം വെള്ളത്തിൽ മുങ്ങുന്ന സാഹചര്യം ഉണ്ടായി. അതിലൂടെ വരിവരിയായ ആളുകളെ കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു. പക്ഷേ ഈ വെള്ളവും മഴയും തുടരുന്ന സാഹചര്യത്തിൽ വെള്ളത്തിലെ കുത്തൊഴുക്കിൽ ഈ പാലം അപകടാവസ്ഥയിലാവാനുള്ള ഒരു സാഹചര്യമുണ്ട്. അതിലൊരു രക്ഷാപ്രവർത്തനം ദുർഘടം തന്നെയാണ്. അപ്പൊ ഈ സാഹചര്യത്തിലാണ് ബെയിലി പാലത്തിന്റെ പ്രസക്തി. കാരണം ഈ ബെയിലി പാലം പൂർത്തിയാവുന്നതോടുകൂടി JCBയും 25ഓളം JCB ഹിറ്റാച്ചി വാഹനങ്ങൾ മുകളിലെത്തിച്ചുകൊണ്ട് മുണ്ടക്കൈയുടെ ഇപ്പോൾ എത്തിപ്പെടാത്ത കുറെ ഭാഗങ്ങളുണ്ട്. ആ ഭാഗങ്ങളിലെല്ലാം തന്നെ തിരച്ചിൽ നടത്തേണ്ടത് അനിവാര്യമാണ്. 400ഓളം കുടുംബങ്ങൾ താമസിച്ച ഒരു ഭാഗത്തുനിന്ന് പൂർണ്ണമായിട്ടും വീടുകൾ നഷ്ടപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഈ വീടിനുള്ളിൽ കുടുങ്ങിക്കിടക്കുന്ന ആളുകളുണ്ടാവും. വലിയ കോൺക്രീറ്റ് പാളികൾക്കിടയിൽ ആളുകൾ കുടുങ്ങിയിട്ടുണ്ടാവും. അപ്പൊ ഇവരെയെല്ലാം പുറത്തെടുക്കാൻ വേണ്ട സംവിധാനം ഈ മനുഷ്യ സഹജമായി നടക്കില്ല എന്നതുകൊണ്ട് തന്നെയാണ് ഈ രക്ഷാപ്രവർത്തകരുടെ അതല്ലെങ്കിൽ സന്നദ്ധ പ്രവർത്തകരെ കൊണ്ട് നടക്കില്ല എന്ന സാഹചര്യത്തിലാണ് JCBയുടെ ആവശ്യം നിർണായകമാവുന്നത്. എന്തായാലും ഇപ്പോൾ നിലവിൽ ക്യാമ്പുകളിലേക്ക് ആളുകളെ എത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വിവിധ ക്യാമ്പ് സംവിധാനങ്ങൾ MLA മാർ ബത്തേരി, സുൽത്താൻ ബത്തേരി നിയോജകമണ്ഡലം MLA ഇപ്പോൾ സർവകക്ഷി യോഗം സന്ദർശിച്ച് ഇവിടുത്തെ പോരായ്മ ഷെരീഫിന്റെ ടെലിഫോൺ ലൈനിൽ എന്തെങ്കിലും തകരാറ് സംഭവിച്ചെന്ന് തോന്നുന്നു. മേഘന മുരളി തുടരുന്നുണ്ട്. മേഘന, ഏറ്റവും ദുഃഖകരം എന്ന് പറയുന്നത് മരണസംഖ്യ വർദ്ധിക്കുന്നു എന്നുള്ളതാണ്. ഇനി എത്ര പേരെയാണ് കണ്ടെത്താനുള്ളത്? ഒരു ഔദ്യോഗികമായിട്ടുള്ള കണക്ക് പുറത്തു വരുന്നുണ്ടോ? കൂടുതൽ വിവരങ്ങൾ. ആതിര, 267ലേക്കാണ് ഈ മരണസംഖ്യ ഉയർന്നിരിക്കുന്നത്. അതിനേക്കാളും ഉപരി ഈ മരണസംഖ്യ ഉയരാൻ തന്നെ അല്ലെങ്കിൽ ഇനിയും മരിച്ചവരെ കൂടുതലായി കണ്ടെത്തുമെന്നുള്ളത് തന്നെയാണ് ഈ സാഹചര്യങ്ങളിൽ നിന്നും ഈ ദൃശ്യങ്ങളിൽ നിന്നും അടക്കം നമുക്ക് വ്യക്തമാകുന്നത്. കഴിഞ്ഞ 1 മണിക്കൂറിനുള്ളിൽ 3 പേരെയാണ് ഈ മണ്ണിനടിയിൽ നിന്ന് മൃതദേഹം ലഭിച്ചിട്ടുള്ളത്. മുണ്ടക്കൈ ഭാഗത്തു നിന്നാണ് ഈ മൃതദേഹം ലഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ മരണസംഖ്യ ഉയരുന്നതും കാണാതായവരുടെ എണ്ണം കൂടുന്നതും വലിയ തരത്തിൽ ആശങ്കയുണ്ടാക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അത് പ്രിയപ്പെട്ടവർക്കും തങ്ങളുടെ കാണാതായവരെ തേടി നടക്കുന്ന വിവിധ ക്യാമ്പുകളിലും ആശുപത്രികളിലും ഒക്കെയായി കാണാതായവരെ തേടി നടക്കുന്ന അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ അന്വേഷിക്കുന്ന ആൾക്കാർക്കും ഒക്കെ വലിയ ആശങ്കയുണ്ടാക്കുന്ന രീതിയിലാണ് ഈ മുണ്ടക്കൈയിലെ സാഹചര്യം പോകുന്നത്. മുണ്ടക്കൈയിൽ ഇപ്പോൾ നേരത്തെ തന്നെ സൈന്യം ഒരു താൽക്കാലിക പാലം നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു. ആ പാലത്തിന്റെ നിർമ്മാണം, ആ പാലത്തിലൂടെയാണ് മനുഷ്യസാധ്യമായതെല്ലാം അവിടെ രക്ഷാപ്രവർത്തകർ ചെയ്യുന്നത്. അതിനുപരിയായി അതായത് യന്ത്രഭാഗങ്ങൾ ഹിറ്റാച്ചിയും JCBയും അടക്കം
അടക്കമുള്ള കൂടുതൽ യന്ത്രങ്ങൾ ഈ ഒരു പ്രദേശത്തേക്ക് എത്തിക്കേണ്ടതുണ്ട്. അതുവഴി കൂടുതൽ ആൾക്കാരെ മണ്ണിനടിയിൽ പുതഞ്ഞ രീതിയിൽ, മണ്ണിനടിയിൽ നിൽക്കുന്ന രീതിയിൽ കൂടുതൽ ആൾക്കാരെ കണ്ടെത്താൻ കഴിയുമെന്നുള്ളത് തന്നെയാണ്. അത് മരണസംഖ്യ ഇനി ഒരു 300ലേക്ക് അടുക്കാൻ അത് വലിയൊരു ആശങ്കയോടെ കൂടി തന്നെയാണ് പങ്കുവയ്ക്കുന്നത്. മരണസംഖ്യ ഇനിയും ഉയരാൻ തന്നെയാണ് സാധ്യത. എന്തായാലും ഈ രക്ഷാപ്രവർത്തനത്തിലെ ഒരു സുപ്രധാന ഘടകം എന്ന് പറയുന്നത് ഈ ബെയിലി പാലത്തിന്റെ നിർമ്മാണം തന്നെയാണ്. ഈ ബെയിലി പാല നിർമ്മാണം പൂർത്തിയാകുന്നതോടുകൂടി തന്നെ യന്ത്രഭാഗങ്ങൾ കൂടുതലായി, അത് വലിയ വലിയ യന്ത്രങ്ങൾ കൂടുതലായി എത്തിക്കാൻ കഴിയും. ഇപ്പോൾ ഈ പ്രദേശത്തുള്ളത് മുണ്ടക്കൈയിലുള്ളത് തുടരുക. മേപ്പാടി പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബാബു ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ കെ ബാബു, 3-ാം ദിവസമുള്ള രക്ഷാ ദൗത്യമാണ് അവിടെ നടക്കുന്നത്. കാലാവസ്ഥയൊക്കെ ഇപ്പോൾ അനുകൂലമാണോ? അതെ, ഇപ്പോൾ നമ്മള് രാവിലെ മുതലേ രക്ഷാപ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ നമുക്ക് അങ്ങോട്ട് എത്തിപ്പെടാനുള്ള ഒരു പ്രയാസമുണ്ട്. കാരണം വെച്ചാൽ മണ്ണുമാന്തി യന്ത്രങ്ങളടക്കം മറ്റുള്ള വാഹനങ്ങളൊന്നും അങ്ങോട്ട് കടക്കാൻ കഴിയുന്നില്ല. ഇപ്പോ മിലിറ്ററി ഒരു പാലം നിർമ്മിച്ചിട്ടുണ്ട്. അതിലൂടെ ആൾക്കാർക്ക് സഞ്ചരിക്കാന്നുള്ളത് മറ്റു സംവിധാനങ്ങളൊന്നും അവിടെ എത്തിക്കാൻ കഴിയില്ല. എന്നാലും മിലിറ്ററി വളരെ വളരെ നല്ല രീതിയിൽ തന്നെയുള്ള അവിടെ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. അവിടെ ബോഡി കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് നായ്ക്കളെ വരെ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനയാണ് നടന്നു വരുന്നത്. നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. എങ്കിൽ പോലും നമ്മൾ പ്രതീക്ഷിക്കുന്ന ആ സമയത്ത് നമുക്ക് ഈ ദൗത്യം പൂർത്തിയാക്കാൻ കഴിയുന്ന ഇപ്പോഴും പ്രതീക്ഷയില്ല. ഒരുപാട് വീടുകളും മരങ്ങളും ഒക്കെ വന്നടിഞ്ഞ് പലരും ഇപ്പോഴും അവര് ജീവിച്ചിരിപ്പുണ്ടോ ഇനി അപകടത്തിൽപ്പെട്ട ഒന്നും പോലും തിരിച്ചറിയാൻ പറ്റാത്തൊരു സാഹചര്യം എപ്പോൾ ഉള്ളത്. ഏതായാലും കാലാവസ്ഥ ഇപ്പോ വലിയ കുഴപ്പമില്ലാതെ നിൽക്കുന്നുണ്ട്. ഇപ്പൊ വളരെ മഴക്കാറ് മൂടി നിൽക്കുന്ന സമയം, ഏത് സന്ദർഭത്തിലും അതിശക്തമായ മഴ പെയ്യാൻ സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനം എങ്ങനെ മുന്നോട്ട് കൊണ്ടുവന്നുള്ളൊരു ആശങ്കയൊക്കെയാണ് ഞങ്ങൾക്ക് ഉള്ളത്. ബെയിലിപ്പാലത്തിന്റെ അടക്കം നിർമ്മാണം അവിടെ പുരോഗമിക്കുകയാണ്. കാലാവസ്ഥയൊക്കെ ഇപ്പോൾ അനുകൂലമായി തന്നെയാണോ ഉള്ളത്? നിരവധി ദുരിതാശ്വാസ ക്യാമ്പുകളൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. അവിടേക്കുള്ള വെള്ളവും ഭക്ഷണവും എത്തിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ എങ്ങനെയാണ് ഏകോപിപ്പിച്ചിരിക്കുന്നത്? ഭക്ഷണം വെള്ളമൊക്കെ നമ്മൾ എത്തിക്കുന്നുണ്ട്. അതിനുള്ള സജ്ജീകരണങ്ങൾ നമ്മൾ കിച്ചണുകളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എങ്കിൽ പോലും നമ്മള് ഈ പ്രദേശങ്ങളിൽ, ഈ ഒറ്റപ്പെട്ട ഈ പ്രദേശങ്ങളിൽ തന്നെ മുണ്ടക്കൈ, അതുപോലെ ചൂരൽമല, അട്ടമല പോലുള്ള പ്രദേശങ്ങളിൽ കടകളൊന്നും തുറന്ന് പ്രവർത്തിക്കാത്തതുകൊണ്ട് വീടുകളിലാണ് ഇപ്പൊ ഏറ്റവും കൂടി പ്രയാസം അനുഭവിക്കുന്നത്. അവർക്ക് ഭക്ഷണം മറ്റു കാര്യങ്ങളും കിട്ടാത്ത, അല്ലെങ്കിൽ വാങ്ങിക്കാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. നമ്മളെ ഈ ഈ ഓട്ടത്തിനിടയ്ക്ക് അവർക്കും വേണ്ട പോലെ ക്യാമ്പൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഇവിടുത്തെ ബോഡി ഏറ്റുമേടിക്കലൊക്കെ ആയിട്ട് നമുക്ക് അവിടെയും ശ്രദ്ധിക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. നമ്മള് ഉദ്ദേശിക്കുന്നതിന്റെ അപ്പുറമാണ് പല ഭാഗങ്ങളിലും ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ. ഈ ബെയിലിപ്പാലം നിർമ്മാണം പൂർത്തിയാകുന്നതോടുകൂടി കൂടുതൽ യന്ത്ര സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള ഒരു രക്ഷാപ്രവർത്തനമാണ് അവിടെ ലക്ഷ്യമിടുന്നത്. ഇപ്പോൾ പുഴയിലടക്കമുള്ള തിരച്ചിലാണോ നടക്കുന്നത്? അതെ അതെ അതെ. ഇപ്പോ രക്ഷാപ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. എങ്കിൽ പോലും നമുക്ക് JCB പോലുള്ള എന്തെങ്കിലും മെഷീനുകൾ കൊണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾ മാറ്റിയെങ്കിൽ മാത്രമേ എത്രത്തോളം അവശിഷ്ടങ്ങൾ അതിനുള്ളിലുണ്ടെന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുള്ളൂ. ഈ കണ്ടെത്തിയ മൃതദേഹങ്ങൾ തിരിച്ചറിയാനുള്ളത് ഇനി എത്ര ഉണ്ട്? അവരുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ അതൊക്കെ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? അത് നല്ല രീതിയിൽ കുറേയും കൂടി സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. കൂടുതൽ ഭാഗങ്ങളിൽ വെച്ചിട്ട് പോസ്റ്റ്മോർട്ടം ചെയ്യാനും അതുപോലെ തന്നെ അവരെ തിരിച്ച് എറിയുന്നുണ്ട്. അവരെ ഹോസ്പിറ്റലിൽ മറ്റും കിടക്കുന്നവരെ കൊണ്ടുവന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയുള്ള നടപടികളൊക്കെ ഇപ്പോൾ നടന്നു വരുന്നുണ്ട്. എന്നാലും നമുക്ക് കുറെ പേരെ തിരിച്ചറിയാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് നിലമ്പൂർ ഭാഗത്തുനിന്ന് കൊണ്ടുവന്ന ബോഡികളിൽ ഒരുപാട് പരിക്കൽ ഏറ്റ വിധത്തിലാണുള്ളത്. അതുകൊണ്ട് തിരിച്ചറിയാൻ വളരെയേറെ പ്രയാസമുണ്ട്. നന്ദി ശ്രീ കെ ബാബു. മേപ്പാടി പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബാബു ആണ് ഇപ്പോൾ നമ്മളോട് പ്രതികരിച്ചത്. മേഘന മുരളി ചേരുന്നുണ്ട്. മേഘന, രക്ഷാപ്രവർത്തനം അവിടെ തുടരുകയാണ്. പുഴയിലടക്കമുള്ള തിരച്ചിലാണ് നടക്കുന്നത്. ബെയിലിപ്പാലത്തിന്റെ നിർമ്മാണവും പുരോഗമിക്കുന്നുണ്ട്. പുതിയ വിവരങ്ങൾ എങ്ങനെയാണ്? അതിൽ രക്ഷാപ്രവർത്തനം ദ്രുതഗതിയിൽ തന്നെ തുടരുകയാണ്. അവിടെ രക്ഷാപ്രവർത്തനം ഇങ്ങനെ മണിക്കൂറുകൾ പിന്നിടുന്തോറും കൂടുതൽ മൃതദേഹങ്ങൾ ഈ ഭാഗത്തു നിന്നും മുണ്ടക്കൈ ഭാഗത്തു നിന്ന് ലഭിക്കുന്നത് കൂടുതൽ ആശങ്കയുണ്ടാക്കുന്നുണ്ട്. അത് മരണസംഖ്യ ഇനിയും ഉയരാൻ തന്നെയാണ് സാധ്യത. ആ ഒരു സാഹചര്യം തന്നെയാണ് ഈ ഒരു പ്രദേശത്ത്, ഈ ഒരു ദുരന്ത ഭൂമിയിലുള്ളത്. എന്തായാലും ഇവിടെ മുണ്ടക്കൈ കേന്ദ്രീകരിച്ച് തന്നെയാണ് ഇന്ന് രാവിലെ മുതൽ കൂടുതൽ പേരെ കണ്ടെത്തുകയും അല്ലെങ്കിൽ കൂടുതൽ രക്ഷാപ്രവർത്തനം കേന്ദ്രീകരിക്കുന്നതും ഈ
മുണ്ടക്കൈ ഭാഗം കേന്ദ്രീകരിച്ച് തന്നെയാണ്. 1167 അംഗങ്ങളാണ്, രക്ഷാപ്രവർത്തകരാണ് ഈ ഒരു ദുരന്ത ഭൂമിയിൽ മുഴുവനായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ കൂടുതലായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക, ഈ രക്ഷാപ്രവർത്തകരെ കൂടുതലായി ഈ മുണ്ടക്കൈ ഭാഗത്തേക്ക് കൂടുതൽ ദുരന്തം നടന്നിട്ടുള്ള അല്ലെങ്കിൽ കൂടുതൽ ആഘാതം സംഭവിച്ചിട്ടുള്ള മുണ്ടക്കൈയിലേക്ക് ഈ ഒരു കാര്യങ്ങൾ കേന്ദ്രീകരിക്കുക എന്നുള്ളത് തന്നെയാണ് പ്രധാനമായും ലക്ഷ്യം വയ്ക്കുന്നത്. അത് തന്നെയാണ് ഇപ്പോൾ ദ്രുതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നതും. ഇനി ബെയിലി പാലത്തിൻ്റെ നിർമ്മാണം പൂർത്തിയാകുന്നതോടുകൂടി തന്നെ 2 മണിക്കൂറിനുള്ളിൽ തന്നെ ഈ ഒരു പാല നിർമ്മാണം പൂർത്തിയാകുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനുശേഷം കൂടുതൽ ആൾക്കാരെ, കൂടുതൽ യന്ത്രങ്ങൾ ഈ ഒരു ഭാഗത്തേക്ക് എത്തിച്ചുകൊണ്ട് ഈ ഒരു പ്രവർത്തനമാണ് നടക്കാൻ ആരംഭിക്കുന്നത്. അതുപോലെ തന്നെ ഐബോർഡ്, നമ്മൾ കർണാടകയിൽ ദുരന്തമുണ്ടായപ്പോൾ, ഷീരൂരിൽ ദുരന്തമുണ്ടായപ്പോൾ ഈ ഐബോർഡിനെ കുറിച്ചും അത്യാധുനിക ഇപ്പോൾ നമ്മുടെ പ്രതിനിധി ഷെരീഫ് ടെലിഫോൺ ലൈനിലുണ്ട്. ഷെരീഫ്, നിലവിലെ സാഹചര്യം ഇപ്പോൾ എങ്ങനെയാണ്? കാലാവസ്ഥയൊക്കെ ഇപ്പോൾ രക്ഷാപ്രവർത്തനത്തിന് അനുകൂലമാണോ? അതിൽ ഇപ്പം മഴ മാറി നിൽക്കുന്നുണ്ട്, എന്നാലും കാർമേഘങ്ങളാൽ മൂടിക്കിടക്കുന്ന ഒരു അന്തരീക്ഷത്തിൽ തന്നെയാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത്. ഈ പറയുന്ന മേഖലയിലേക്ക് രക്ഷാപ്രവർത്തകരിൽ ഒരു ലിമിറ്റ് ചെയ്തുകൊണ്ട്, കാരണം കൂടുതൽ ആളുകൾ വന്ന് ഇവിടെ ഒരു അപകട സാഹചര്യമുള്ള സാഹചര്യത്തിൽ അവിടേക്ക് കൂടുതൽ ആളുകളെ എത്തിച്ച് അവരെയും കൂടി അപകടത്തിലേക്ക് എത്തിക്കരുത് എന്നുള്ള ഒരു ലക്ഷ്യം ഈ കർത്തവ്യത്തിന് പിന്നിലുണ്ട്. എന്തായാലും ഇവിടെ ഇന്നിപ്പോ ഈ ക്യാമ്പുകളിലെല്ലാം തന്നെ MLA ടി സിദ്ദീഖും അതേപോലെ തന്നെ IC ബാലകൃഷ്ണൻ MLAയും വന്ന് സന്ദർശിച്ചു. ക്യാമ്പുകളിലുള്ള പോരായ്മകളും കാര്യങ്ങളൊക്കെ വിലയിരുത്തി ഒരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന ആവശ്യമാണ് ഈ 2 MLAമാരും മുന്നോട്ട് വെക്കുന്നത്. ഇത് ഈ ഇപ്പോൾ നടക്കാൻ പോകുന്ന സംയുക്ത ഒരു മീറ്റിംഗിലും യോഗത്തിൽ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ സർവകക്ഷി യോഗം ചേരാനിരിക്കുകയാണ്. ചേരാനിരിക്കുന്ന യോഗത്തിൽ ഈ ഒരു ആവശ്യം ഉന്നയിക്കുമെന്ന് MLAമാർ കേരള വിഷനോട് പറയുകയുണ്ടായി. എന്തായാലും വലിയൊരു പ്രതിസന്ധിയെ എങ്ങനെയെല്ലാം തരണം ചെയ്യാൻ കഴിയുമോ അതിനുള്ള എല്ലാ സംവിധാനങ്ങളും ജില്ലയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടിയുള്ള സംസ്ഥാന നേതൃത്വവും അതേപോലെ തന്നെ ജില്ലാ ഭരണകൂട സംവിധാനങ്ങളെല്ലാം തന്നെ ഉണർന്ന് പ്രവർത്തിച്ചുകൊണ്ട് ഈ ഒരു പ്രതിസന്ധിയെ ഇപ്പോൾ എന്തായാലും വലിയൊരു നാശനഷ്ടം ഈ നാടിനും ഈ വയനാട് ജില്ലയ്ക്കും തന്നെ ഉണ്ടായിരിക്കുന്നു. ആ ഒരു നാശനഷ്ടത്തിന് കൂടെ നിൽക്കുക, അവരുടെ ഇതിന് ഇരയായ കുറെ ആളുകളുണ്ട്, അവരുടെ കൂടെ നിൽക്കുക എന്നുള്ള ഒരു ലക്ഷ്യം ഈ ഭരണ സംവിധാനത്തിലെല്ലാം ഉണ്ട് എന്നതാണ് നമുക്ക് ഇപ്പോഴുള്ള ഒരു ആശ്വാസം. ശരി, ഏറ്റവും ദുഃഖകരമെന്ന് പറയുന്നത് മരണസംഖ്യ കൂടുന്നു എന്നുള്ളതാണ്. 200 കടന്നിരിക്കുന്നു ഇപ്പോൾ മരണസംഖ്യ. ഇനിയും നിരവധി പേരെ കണ്ടെത്താനുണ്ടോ? അത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? തീർച്ചയായും ഇപ്പോൾ നിലവിൽ ഈ പറയുന്ന ബെയിലി പാലം പൂർത്തിയാവുന്നതോടുകൂടി, കാരണം കൃത്യമായിട്ട് ഈ ബെയിലി പാലത്തിന്റെ ആ ഭാഗത്തുള്ള പ്രവർത്തനമായിട്ട് സൈന്യം അതീവ ശ്രമത്തിലാണ്. കാരണം രാത്രി ഒരു 12 മണിയോട് കൂടിയാണ് ഈ പറയുന്ന ഭാഗത്തു നിന്ന് സൈന്യം മാറിയത്. അതിനു മുന്നേ തന്നെ ഈ ഒരു ഭാഗം ഇടിഞ്ഞു പോയത്, ഒരു പഴയ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു. ആ ക്ഷേത്രത്തിന്റെ ഒരു കല്ലുകെട്ടോട് കൂടിയ ആ റോഡ് വന്ന് നിൽക്കുന്ന ഒരു ഭാഗത്താണ് ബെയിലി പാലത്തിന്റെ ഒരു തുടക്കം. അതേപോലെ തന്നെ ഈ പറയുന്ന ചുരൽമല ഭാഗത്ത് ടൗണിനോട് ചേർന്ന് കിടക്കുന്ന ഭാഗത്തായിട്ടാണ് മറ്റൊരു ഭാഗം. അപ്പൊ ഈ 2 ഭാഗങ്ങളെ ബന്ധിപ്പിക്കുന്ന രീതിയിലാണ് ഇപ്പൊ പാലത്തിന്റെ നിർമ്മാണം നടക്കുന്നത്. സ്വാഭാവികമായിട്ടും ഈ പാലത്തിലേക്ക് ഈ പറയുന്ന 25ഓളം JCBകൾ മുണ്ടക്കൈ ഭാഗത്തേക്ക് എത്തിക്കുക എന്നതാണ് പ്രധാന ലക്ഷ്യം. ഈ JCBയും മറ്റുള്ള സംവിധാനങ്ങളും അവിടെ എത്തിയെങ്കിൽ മാത്രമേ വീണ് കിടക്കുന്ന കെട്ടിടത്തിന്റെ ഈ കോൺക്രീറ്റ് പാളികൾക്കിടയിൽ ആളുകൾ കുടുങ്ങി കിടക്കുന്നുണ്ട്. സാധാരണ സന്നദ്ധ പ്രവർത്തകരെ കൊണ്ടോ അതല്ലെങ്കിൽ നമ്മുടെ സൈന്യ സംവിധാനങ്ങൾ കൊണ്ടോ ഇത് മാറ്റുക എന്നത് എളുപ്പമല്ല. കാരണം ഒരാൾ ഇറങ്ങിക്കഴിഞ്ഞാൽ അയാൾ താഴ്ന്നു പോകുന്ന രീതിയിൽ ചളി കുഴഞ്ഞു കിടക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അപ്പൊ ഈ സാഹചര്യത്തിലേക്ക് ഇറങ്ങുമ്പോൾ അത് അപകടമാണ്. അപ്പോൾ JCB പോലെയുള്ള സംവിധാനം, ഹിറ്റാച്ചി പോലെയുള്ള സംവിധാനങ്ങൾ കൊണ്ടുവന്ന് ഈ പറയുന്ന വലിയ പാറ കല്ലുകളും അതേപോലെ തന്നെ ഈ മണ്ണും കോൺക്രീറ്റ് പാളികളും എല്ലാം മാറ്റി ഇതിനടിയിൽ കിടക്കുന്ന ആളുകളെ പുറത്തെത്തിക്കുക എന്ന ഒരു അതീവ തീവ്രമായുള്ള ഒരു പ്രവർത്തനം തന്നെയാണ് ഇനി നടത്തേണ്ടത്. അതിന് ഈ പാലം എത്രയും പെട്ടെന്ന് ഈ ഗതാഗത യോഗ്യമാക്കുക എന്നതാണ് സൈന്യവും ലക്ഷ്യമിടുന്നത്. അതിരാ ശരി, വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ മരിച്ചവരുടെ എണ്ണം 264 കടന്നിരിക്കുന്നു. 200-ലധികം പേർ ഇനിയും കാണാമറയത്തുണ്ട്. രക്ഷാപ്രവർത്തനം 3-ാം ദിനവും തുടരുകയാണ്. കൂടുതൽ യന്ത്രസാമഗ്രികൾ രക്ഷാപ്രവർത്തനത്തിന് എത്തിച്ചിട്ടുണ്ട്. ചാലിയാർ പുഴയിലും പരിശോധന തുടരുന്നുണ്ട്. അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഇന്ന് 11 മണിക്ക് അവലോകന യോഗം ചേരുന്നുണ്ട്. സ്ഥലം MLA ആയിട്ടുള്ള ടി സിദ്ദീഖ് അവിടെ സന്ദർശനം നടത്തിയിട്ടുണ്ട്. പ്രതികരണത്തിലേക്ക്. മരുന്ന് പിന്നെ കൗൺസിലിംഗ് തുടങ്ങാൻ വേണ്ടി ഓൾറെഡി ആരംഭിച്ചു കഴിഞ്ഞു. അതിന്റെ സ്ട്രെങ്ത് കൂട്ടാനുള്ള നടപടികൾ എടുക്കുകയാണ്. അവരുടെ മെന്റൽ ട്രോമ, അവരുടെ മാനസികമായിട്ടുള്ള ആഘാതം ഇത് വളരെ കൂടുതലാണ്. അത് ക്യാമ്പിൽ മാത്രമല്ല, ചിലർ വീടുകളിൽ
കുടുംബത്തിന്റെ ഒക്കെ വീടുകളിലേക്ക് മാറിയിട്ടുണ്ട്. അവർ നേരിട്ട് മരണവും ഇതിന്റെ ദുരന്തവും നേരിട്ട് കണ്ടവരാണ്. അവര് സീറോയില് നിൽക്കുകയാണ്, മൈനസൊക്കെ ആയി നിൽക്കുകയാണ്. അപ്പൊ അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ അവർക്ക് ആത്മവിശ്വാസം കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള അവശ്യ ഘടകം. അപ്പൊ ഇന്നലെ മിംസ് ആശുപത്രിയിൽ പോയപ്പോ ഒരു മുതിർന്ന കുട്ടി പെട്ടെന്ന് ശ്വാസം കിട്ടാത്തതുപോലെ ഇങ്ങനെ വിറയ്ക്കുന്ന ഓരോ രീതിയിലുള്ള സൈക്കോളജിക്കൽ എഫക്റ്റ് വളരെ സീരിയസ് ആയിട്ട് എത്തും. ഇന്നലെ 2-3 വീടുകളിൽ പോയപ്പോൾ അവരൊക്കെ ഉറങ്ങിയിട്ടില്ല, 2 ദിവസമായിട്ട് ഉറങ്ങിയിട്ടില്ല. അപ്പോൾ ഈ മെന്റൽ ട്രോമ മാനേജ്മെന്റ് വളരെ സീരിയസ് ആയിട്ടുള്ള ദൗത്യമാണ്. അതുകൊണ്ട് കൗൺസിലേഴ്സിനെ എല്ലായിടത്തും ആവശ്യത്തിന് ഡിപ്ലോയ് ചെയ്യാനുള്ള നടപടികളാണ് ഇപ്പോൾ ICMLAയും ഞാനും കൂടെ ഇപ്പോൾ DMOയോട് സംസാരിച്ചു. ഇന്നലെ ഞങ്ങൾ ആരോഗ്യമന്ത്രിയായിട്ടും DHSഉം ഒരുമിച്ചുള്ള സമയത്ത് ഞങ്ങൾ അവിടെ വെച്ച് ഡിസ്കസ് ചെയ്തിരുന്നു. ആ കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് മുഖ്യമന്ത്രിയുടെ യോഗമുണ്ട്, അതിലും ഇത് ആവശ്യപ്പെടും. ആവശ്യത്തിനുള്ളതായിരിക്കുന്ന സാധനങ്ങൾ മുഴുവൻ ലഭ്യമാക്കിയിട്ടുണ്ട്. ബെഡ്റോളിന്റെയും അതുപോലെ കമ്പിളി പുതപ്പ് തലയണ കുറവുണ്ടായിരുന്നു, ആ കുറവ് നികത്തിക്കൊണ്ടിരിക്കുന്നു. ഇന്നത്തോടുകൂടി അതും പൂർണ്ണമായി കുറവ് പരിഹരിക്കാനുള്ള നടപടികളെടുക്കും. പിന്നെ ഈ റിക്കവറി ആളുകളെ ഇവാക്യുവേറ്റ് ചെയ്യുന്ന റിക്കവറി പ്രോസസ്സ് വളരെ ഇപ്പം നല്ല രീതിയിൽ ഇന്ന് രാവിലെയും അതിന് ഫുൾ സ്വിങ് രാവിലെ തന്നെ ഇറങ്ങി നല്ല രീതിയിൽ അതും പുരോഗമിക്കുന്നു. നമ്മളൊരു വലിയ പ്രതിസന്ധിയെ നേരിടുക. ആ പ്രതിസന്ധി കാണാനില്ലാത്തവരുടെ എണ്ണമാണ്. അത് നമ്മളെ സംബന്ധിച്ച് വല്ലാത്ത ആദി ഉണ്ടാക്കുന്ന ഒന്നാണ്. അത് ഇനി DNA ടെസ്റ്റും അനുബന്ധമായിട്ടുള്ള കാര്യങ്ങളിലേക്കും പോകുന്ന സാഹചര്യത്തിലേക്ക് പോകും. ഇപ്പോ ബോഡി പൂർണ്ണമായും തിരിച്ചറിയാൻ പറ്റാത്തതുകൊണ്ട് ഒരു ബോഡിക്ക് 4, 3, 2 ക്ലെയിമുകൾ വന്ന അതീവ സങ്കീർണമായ സാഹചര്യം വന്നിട്ടുണ്ട്. അത് ഉൾപ്പെടെ മാനേജ് ചെയ്യാൻ DNA ടെസ്റ്റിലേക്ക് പോകണം. അപ്പൊ DNA ടെസ്റ്റുകൾ ആരംഭിക്കാനുള്ള ഒരു സമയക്രമം ഉൾപ്പെടെ ഇന്നത്തെ മീറ്റിംഗിൽ, ഇന്ന് 2 മീറ്റിംഗ് ഉണ്ട്, ഉദ്യോഗസ്ഥല മീറ്റിംഗും ഉണ്ട്, അത് കഴിഞ്ഞ് സർവകക്ഷി യോഗമുണ്ട്. മുഖ്യമന്ത്രി രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും വരുന്നുണ്ട്, മുഖ്യമന്ത്രി സ്ഥലത്തുണ്ട്, സ്പീക്കർ ഇന്ന് വരുന്നുണ്ട്, പ്രതിപക്ഷ നേതാവ് 3 ദിവസമായി ഇവിടെ തന്നെ ക്യാമ്പ് ചെയ്തിട്ടുണ്ട്, മന്ത്രിമാർ ക്യാമ്പ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ ഏകോപനം നല്ല രീതിയിൽ, കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഭക്ഷണങ്ങളും കാര്യങ്ങളും നല്ല രീതിയിൽ കൊടുക്കുന്നുണ്ട്. ഈ 1-2 പാളിച്ചകൾ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതിപ്പോ ഞങ്ങൾ ഈ മീറ്റിങ്ങിൽ അത് ക്രമീകരിക്കും. ഈ ക്യാമ്പിലെ അല്ല, അത് ആശുപത്രിയിൽ. അതുപോലെ ഈ പാലം ഉണ്ടാക്കുന്ന സൈനികർക്ക് രാത്രി ലേറ്റ് ആയിട്ട് അവർക്ക് ഫുഡ് കിട്ടുന്നതിലുള്ള താമസം, അങ്ങനെയുള്ള 1-2 കാര്യങ്ങൾ, മൈനർ കാര്യങ്ങളാണ്, ഒരു ആക്ഷേപമല്ല. അപ്പോൾ അതിനുള്ള ചെറിയ കാര്യങ്ങൾ വരെ മാനേജ് ചെയ്യാനുള്ള നടപടികൾ. പിന്നെ ചാലിയാർ പുഴ 25-30 കിലോ, അവസാനം മമ്പാട് വെച്ചുകൊണ്ടാണ് ഒരു ബോഡി കിട്ടിയത്. അപ്പോൾ ഇത്രയും കിലോമീറ്റർ ദൈർഘ്യത്തിലുള്ളതായിരിക്കുന്ന ഒരു തെരച്ചിൽ, അതിനുള്ളതായിരിക്കുന്ന സിസ്റ്റവും സംവിധാനവും ഏർപ്പെടുത്താനുള്ള നടപടികൾ ഉൾപ്പെടെ ആരംഭിക്കണം. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിൽ മരണസംഖ്യ ഉയരുകയാണ്. 3-ാം ദിനവും രക്ഷാപ്രവർത്തനം കൂടുതൽ യന്ത്രസഹായത്തോടെയാണ് നടത്തുന്നത്. ബെയിലി പാലത്തിന്റെ നിർമ്മാണം അവസാന ഘട്ടത്തിലാണ്. ഉച്ചയോടെ പാലം നിർമ്മാണം പൂർത്തിയാകും. വിവരങ്ങളുമായി റിയാസ് KMR ചേരുന്നുണ്ട്. റിയാസ്, 3-ാം ദിവസവും രക്ഷാപ്രവർത്തനം കൂടുതൽ ഊർജിതമാക്കിയിരിക്കുകയാണ്. കൂടുതൽ യന്ത്ര സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള രക്ഷാപ്രവർത്തനം, അതുപോലെ തന്നെ ബെയിലി പാലത്തിന്റെ നിർമ്മാണം പുരോഗമിക്കുകയാണ്. ഏറ്റവും പുതിയ വിവരങ്ങൾ എങ്ങനെയാണ്? എന്തായാലും ബെയിലി പാലത്തിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നു. കൂടാതെ ചാലിയാർ പുഴയിലെ തിരച്ചിലിൽ ഒരു മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നു. ചൂരൽമലയിലും ഈ മുണ്ടക്കൈ ഭാഗത്തേക്കുള്ള ബെയിലി പാലമാണ് അതിന്റെ അന്തിമഘട്ടത്തിൽ എത്തുന്നത്. ഈ ഒരു ബെയിലി പാലത്തിന്റെ നിർമ്മാണം ഉച്ചയോടുകൂടി പൂർത്തിയാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള സർവകക്ഷി യോഗം 11 മണിയോടുകൂടി ചേരാനിരിക്കുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ വയനാട്ടിൽ എത്തിയിരിക്കുന്നു. അല്പം മുൻപാണ് അദ്ദേഹം കോഴിക്കോട് ഗസ്റ്റ് ഹൗസിൽ നിന്നും രാവിലെ 9 മണിയോടെയാണ് അദ്ദേഹം ഹെലികോപ്റ്റർ മാർഗം, വായുസേനയുടെ ഹെലികോപ്റ്റർ മാർഗം അദ്ദേഹം വയനാട്ടിലേക്ക് പുറപ്പെട്ടത്. അദ്ദേഹം വയനാട്ടിൽ എത്തിയിട്ടുണ്ട്. അദ്ദേഹം വ്യോമ നിരീക്ഷണം നടത്തും. ദുരന്തബാധിത പ്രദേശങ്ങൾ മുഖ്യമന്ത്രി സന്ദർശിക്കും. അതോടൊപ്പം തന്നെ ഉദ്യോഗസ്ഥരുടെ ഒരു യോഗം, ഒപ്പം സർവകക്ഷി യോഗം രണ്ടും നടക്കുന്നുണ്ട്. അവിടെ വയനാട്ടിൽ ആവശ്യമായ കാര്യങ്ങളെല്ലാം തന്നെ ഇന്ന് ചർച്ചകൾ നടത്തും. കൂടുതൽ ക്രമീകരണങ്ങൾ ഒരുക്കും. ഏറ്റവും കാര്യക്ഷമമായി തന്നെ അവിടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനുള്ള ഒരു സംവിധാനം ഒരുക്കും. മരണസംഖ്യ ഇനിയും ഉയരാനാണ് സാധ്യതയുള്ളത്. മരണസംഖ്യ ക്രമാതീതമായി വർദ്ധിക്കുകയാണ്. അത് ഇനിയും ഉയരുമെന്നാണ് ഈ അധികൃതരും ഒപ്പം തന്നെ നാട്ടുകാരും നൽകുന്ന സൂചന. മുണ്ടക്കൈയിൽ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് ഇന്നും മൃതദേഹങ്ങൾ കണ്ടെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. തകർന്ന വീടുകൾക്കുള്ളിൽ നിരവധി പേർ കുടുങ്ങിക്കിടക്കുന്നതായും സംശയമുണ്ട്.
അവിടെ ഇപ്പോൾ തിരച്ചിൽ തുടരുകയാണ്. മൃതദേഹങ്ങൾ കണ്ടെത്താൻ K9 ടീമിനെ നിയോഗിച്ചിട്ടുണ്ട്. പോലീസിന്റെ കെടാവർ നായകളും ഒപ്പം തന്നെ സൈന്യത്തിന്റെ നായകളും എല്ലാം തന്നെ എത്തിച്ചുകൊണ്ടുള്ള ഒരു തിരച്ചിലാണ് നടത്തുന്നത്. അതായത് കഴിഞ്ഞ ദിവസങ്ങളിലെ നിന്നും വ്യത്യസ്തമായി ഇന്ന് കൂടുതൽ യന്ത്ര സംവിധാനങ്ങൾ ഉപയോഗിച്ചാണ് തെരച്ചിൽ നടത്തുന്നത്. ഐബോർഡും ലംബും സംവിധാനവും എല്ലാം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ മുണ്ടക്കൈയിലുള്ള തെരച്ചിൽ. കൂടുതൽ ഹിറ്റാച്ചികളെല്ലാം തന്നെ അവിടേക്ക് എത്തിക്കും. 240 പേരെ ഇപ്പോഴും കാണാനായിട്ടില്ല എന്നുള്ളതാണ്. 2000-ഓളം പേരാണ് എല്ലാം നഷ്ടപ്പെട്ട ക്യാമ്പുകളിൽ കഴിയുന്നത്. 1592 പേരെയാണ് ഇതുവരെ രക്ഷപ്പെടുത്തിയത്. ഈ രക്ഷാദൗത്യം വിപുലമായി തന്നെ നടക്കുകയാണ്. സൈന്യത്തിന്റെ 3 വിഭാഗങ്ങൾ, NDRF, അഗ്നിരക്ഷാസേന, സന്നദ്ധ പ്രവർത്തകർ, പോലീസ് തുടങ്ങി അങ്ങനെ എല്ലാവരുടെയും സഹായത്തോടുകൂടിയാണ് ഇപ്പോൾ മരണസംഖ്യ 268 വർദ്ധിച്ചിട്ടുണ്ട്. റിയാസ്, ഇപ്പോൾ പ്രധാനമായും എവിടേക്കാണ് തെരച്ചിൽ നടത്തുന്നത്? കാലാവസ്ഥയൊക്കെ ഈ രക്ഷാദൗത്യത്തിന് അനുകൂലമാണോ? എന്തായാലും കാലാവസ്ഥ അനുകൂലമാണ്. മുണ്ടക്കൈ മേഖല അടക്കമുള്ള ഇടങ്ങളിലേക്കാണ് ഇപ്പോൾ തെരച്ചിൽ പുരോഗമിക്കുന്നത്. മുണ്ടക്കൈയും ചൂരൽമലയിലുമെല്ലാമാണ് തെരച്ചിൽ പുരോഗമിക്കുന്നത്. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിൽ മരണസംഖ്യ ഉയരുന്നു എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ വാർത്ത. 3-ാം ദിനവും രക്ഷാപ്രവർത്തനം കൂടുതൽ യന്ത്രസഹായത്തോടെ ആരംഭിച്ചിരിക്കുന്നു. ബെയിലി പാലത്തിന്റെ നിർമ്മാണം അവസാന ഘട്ടത്തിലാണ്. അതുപോലെ തന്നെ ചാലിയാർ പുഴയിലും പരിശോധന നടത്തുന്നുണ്ട്. ബത്തേരി MLA IC ബാലകൃഷ്ണന്റെ പ്രതികരണത്തിലേക്ക്. ഇടപെടലുകൾ ഇവിടുത്തെ ജനപ്രതിനിധികളും MLA നേതൃത്വത്തിലും ഗവൺമെന്റിന്റെ നേതൃത്വത്തിലും ഉദ്യോഗസ്ഥന്മാരുടെ നേതൃത്വം നടക്കുന്നുണ്ട്. പുത്തുമല നമ്മുടെ മുന്നിലുള്ളൊരു വലിയൊരു അനുഭവമാണ്. പുത്തുമലയിൽ നിന്നും ഏതാണ്ട് 2.5-3 കിലോമീറ്റർ അപ്പുറത്താണ് ഇത്തരത്തിലുള്ള ഭീകരമായ ഭയാനകമായ സംഭവ വികാസം ഉണ്ടായിട്ടുള്ളത്. ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ വളരെ ഗൗരവമായി മുഖ്യമന്ത്രിയുടെയും വകുപ്പ് മന്ത്രിമാരുടെയും എല്ലാ വകുപ്പ് തല ഉദ്യോഗസ്ഥന്മാരുടെയും ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പൊ ഈ ക്യാമ്പിൽ വന്ന് മുണ്ടക്കൈയിലുള്ള സഹോദരിമാരെ കണ്ടപ്പോൾ അവർ പറയുന്നു, ഇനി തിരിച്ചങ്ങോട്ട് പോകാൻ ഞങ്ങൾക്ക് കഴിയില്ല, ഞങ്ങൾക്ക് അങ്ങനെയുള്ള മാനസികാവസ്ഥയല്ല. അവരെ പുനരധിവാസമാണ് ഇതിന്റെ മുന്നിലുള്ളതെന്ന കാര്യത്തെക്കുറിച്ച് യാതൊരു തർക്കവും ആർക്കുമില്ല. അപ്പൊ ആ കൂട്ടത്തിൽ ഞാനടക്കം നിന്നുകൊണ്ട് ഇവിടുത്തെ ആളുകളുടെ പുനരധിവാസം, അവർക്ക് പുതിയ സിസ്റ്റം കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ ഇടപെട്ട് തയ്യാറാക്കുന്നതിന് വേണ്ടിയുള്ള സാഹചര്യങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടി നിർദ്ദേശം. ഇതൊരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കേണ്ട ദിനങ്ങൾ കടന്നിരിക്കുകയാണ്. അതിലേക്ക് എത്തുമെന്നുള്ളതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. മുണ്ടക്കൈ ദുരന്തത്തെ നേരിടാൻ സർക്കാരിന് കരുത്തേകുന്ന പ്രവർത്തനമാണ് വ്യോമസേന നടത്തുന്നതെന്ന് വിംഗ് കമാൻഡർ രാഹുൽ. വ്യോമസേനയുടെ 2 ഹെലികോപ്റ്ററുകളും 5 ഗരുഡ് കമാൻഡോസും രംഗത്തുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഇത്രയും ദുർഘടമായ മലനിരകൾക്കിടയിലും എയർഫോഴ്സ് ഞങ്ങളുടെ സ്വന്തം ദൗത്യം മാക്സിമം കേപ്പബിലിറ്റിയോടെ ചെയ്യാനാണ് ശ്രമിക്കുന്നത്. വയനാട്ടിലെ മുണ്ടക്കൈയിലെയും ചൂരൽമലയിലെയും ഉരുൾപൊട്ടലിന് ശേഷം എയർഫോഴ്സ് ഇവിടെ 2 ALH ഹെലികോപ്റ്റർ, ഒരു Mi-17 B5 ആൻഡ് 5 ഗരുഡ് കമാൻഡോസിനെയും വിന്യസിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ സോർട്ടീസിലൂടെ ഫ്ലൈയിങ്ങിലൂടെ ഒരു ബെറ്ററായിട്ട് അസസ്മെന്റ് കൊടുത്തിട്ട് അവർക്കൊരു ബെറ്ററായിട്ട് ഈ ഒരു പ്രോബ്ലത്തിനെ ഫേസ് ചെയ്യാനുള്ള ഒരു കരുത്തേക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഇവിടുത്തെ ദൗത്യം. ലാൻഡിംഗ് സൈറ്റ്സ് ചൂസ് ചെയ്തിട്ട് അവിടെ ലാൻഡ് ചെയ്ത് ഇഞ്ചേർഡ് ആയിട്ടുള്ള ആൾക്കാരെ പിക്കപ്പ് ചെയ്ത് കാലിക്കറ്റിൽ എത്തിച്ചിട്ടുണ്ട്. അതിലൂടെ ഞങ്ങൾ ഈ ഗവൺമെന്റ് തന്നിട്ടുള്ള റിലീഫ് മെറ്റീരിയൽസ്, ഫുഡ് പാക്കറ്റ്സ് അത് ഞങ്ങൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒറ്റപ്പെട്ട് നിൽക്കുന്ന ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുകയും അതുവഴി ഞങ്ങൾ മാക്സിമം ഹെൽപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. മുണ്ടക്കൈ ദുരന്തത്തെ നേടാൻ സർക്കാരിന് കരുത്തേകുന്ന പ്രവർത്തനമാണ് വ്യോമസേന നടത്തുന്നതെന്നാണ് വിംഗ് കമാൻഡർ രാഹുൽ പറഞ്ഞിരിക്കുന്നത്. വ്യോമസേനയുടെ 2 ഹെലികോപ്റ്ററുകളും 5 ഗരുഡ് കമാൻഡോസും രംഗത്തുണ്ടെന്നും അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. അതേസമയം മുഖ്യമന്ത്രി വയനാട്ടിൽ എത്തിയിരിക്കുന്നു. 11:30 മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ സർവകക്ഷി യോഗവും ചേരുന്നുണ്ട്. 3-ാം ദിവസവും അവിടെ വയനാട്ടിൽ രക്ഷാപ്രവർത്തനം തുടരുകയാണ്. കേരളം കണ്ട ഏറ്റവും വലിയ ഒരു ദുരന്തം. ആദ്യമായാണ് ഇത്തരത്തിലൊരു ഉരുൾപൊട്ടലിൽ മരണസംഖ്യ ഇത്രയും അധികം കൂടുന്നത്. കൂടുതൽ യന്ത്ര സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള രക്ഷാപ്രവർത്തനങ്ങളാണ് അവിടെ നടക്കുന്നത്. അതുപോലെ തന്നെ ബെയിലി പാലത്തിന്റെ നിർമ്മാണവും അവിടെ പുരോഗമിക്കുന്നുണ്ട്. ഇന്ന് ഉച്ചയോടെ ബെയിലി പാലത്തിന്റെ നിർമ്മാണം കൂടുതൽ പൂർത്തിയാകും. തിരച്ചിലിന് കൂടുതൽ സന്നാഹങ്ങൾ, കൂടുതൽ യന്ത്രങ്ങൾ ഉപയോഗിച്ചുള്ള രക്ഷാപ്രവർത്തനമാണ് നടക്കുന്നത്. വിവരങ്ങളുമായി കേരള വിഷൻ ന്യൂസ് സ്പെഷ്യൽ കറസ്പോണ്ടന്റ് ഡി ബിനോയ് ചേരുന്നുണ്ട്. ബിനോയ്, എടുത്തു പറയേണ്ടത് രക്ഷാപ്രവർത്തനം തന്നെയാണ്. പ്രതികൂലമായിട്ടുള്ള കാലാവസ്ഥയിലും തങ്ങളുടെ ഉറ്റവരെയും ഉടയവരെയും തേടിയുള്ള ഈ രക്ഷാപ്രവർത്തനത്തിൽ
സേനകളൊക്കെ പങ്കാളികളാകുന്നു, അതുപോലെ തന്നെ സന്നദ്ധ പ്രവർത്തകരൊക്കെ പങ്കാളികളാകുന്നു. കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? തീർച്ചയായും എയർഫോഴ്സിന്റെ ഒരു പ്രത്യേക വിങ് തന്നെ ഇപ്പോൾ റിസർവായിട്ട് കോഴിക്കോട് എത്തിയിട്ടുണ്ട്. 5 ഹെലികോപ്റ്ററുകൾ, അതായത് വിവിധ ഇനത്തിൽപ്പെട്ട 5 ഹെലികോപ്റ്റർ ഉൾപ്പെടെയുള്ളവ കോഴിക്കോടുണ്ട്. അവർ റിസർവായിട്ട് അവിടെ ഉണ്ടാവും. വയനാട്ടിൽ മാത്രമല്ല, ഇനി എവിടെയെങ്കിലും വെള്ളപ്പൊക്ക ഭീഷണി ഉണ്ടാവുകയോ അത്തരത്തിൽ മണ്ണിടിച്ചിലുണ്ടാവുകയോ അവിടെ പോകുന്നതിന് ആവശ്യമായ എല്ലാ സംവിധാനങ്ങളുമായി ഒരു ഏകദേശം 200-ലധികം വരുന്ന സൈനികരുടെ സംഘം കോഴിക്കോട് കേന്ദ്രീകരിച്ച് ഇപ്പോഴുണ്ടെന്നാണ് നമുക്കിപ്പോൾ അവസാനമായി അറിയുവാൻ കഴിയുന്നത്. മാത്രമല്ല, ഇനിയും കൂടുതൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടതിനെ കുറിച്ച് വിലയിരുത്തുന്നതിന് വേണ്ടി എയർഫോഴ്സിന്റെ ആദ്യ സംഘം ആ അപകടം നടന്ന ആ മേഖലയിലെല്ലാം തന്നെ ഒരു ഏരിയൽ സെർച്ച് എന്നാണ് അവർ ഉപയോഗിക്കുന്ന വാക്ക്, ഹെലികോപ്റ്റർ ഇരുന്നുകൊണ്ടൊരു പരിശോധന നടത്തി കഴിഞ്ഞിരിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ അവരൊരു പ്ലാൻ തയ്യാറാക്കും. അത് അനുസരിച്ചായിരിക്കും ഇനി അടുത്ത മുന്നോട്ടുള്ള പോക്ക്. കാരണം ഓരോ മണിക്കൂറുകൾ വൈകും തോറും ആരെങ്കിലും മണ്ണിനടിപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരെ വീണ്ടെടുക്കുക എന്നുള്ളത് ഒരു അസാധാരണമായ കാര്യമാണ്, വളരെ ബുദ്ധിമുട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ രക്ഷാപ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുക എന്നുള്ളത് തന്നെയാണ് എയർഫോഴ്സിന്റെയും ആർമിയുടെയും NDRFന്റെയും ഒപ്പം രക്ഷാപ്രവർത്തകരുടെയും മുന്നിലുള്ള ആ ദൌത്യം. ആ ദൌത്യത്തിന്റെ ഭാഗമായിട്ടാണ് അല്പം മുമ്പ് എയർഫോഴ്സിന്റെ വൈമാനികരടങ്ങുന്ന സംഘം, അവരുടെ പ്രത്യേക പരിശീലനം നേടിയ സംഘം ആ പ്രദേശത്ത് ഈ മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്ത് വലിയ തരത്തിലുള്ള ഒരു പരിശോധന നടത്തിയത്. ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ മുഖ്യമന്ത്രി വിളിച്ചു ചേർക്കുന്ന യോഗത്തിൽ വെച്ച് അവർ പങ്കുവയ്ക്കും. ഒപ്പം ഇപ്പോൾ നമുക്ക് അവസാനമായി അറിയാൻ കഴിയുന്നത് സേനാ വിഭാഗങ്ങൾ കൂടുതൽ ആരോഗ്യ വിദഗ്ധരെ കൂടി അവിടേക്ക് എത്തിക്കുന്നു എന്നുള്ളതാണ്. അതിനുള്ള സംവിധാനങ്ങൾ കൂടി ഒരുക്കും. കൂടുതൽ ഗുരുതരമായി പരിക്കുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കോഴിക്കോടേക്ക് കൊണ്ടുവരുന്നതിന് ആവശ്യമായ നടപടിക്രമങ്ങളും സേനാ വിഭാഗങ്ങൾ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. മുഖ്യമന്ത്രി എത്തിക്കഴിഞ്ഞാൽ ആദ്യഘട്ടത്തിൽ ഉദ്യോഗസ്ഥന്മാരുടെ ഒരു യോഗമാണ് ചേരുക. അതായത് ഇതുവരെ രക്ഷാപ്രവർത്തനങ്ങൾ എന്തായി, അതുപോലെ രക്ഷാപ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഇനി മുന്നോട്ട് എങ്ങനെയാണ് പോകേണ്ടത് എന്നുള്ള കാര്യത്തെക്കുറിച്ചായിരിക്കും. നിലവിലെ സാഹചര്യത്തിൽ മന്ത്രിസഭയും ഒപ്പം തന്നെ വിവിധ വിഭാഗങ്ങളും കേന്ദ്രവും ഒക്കെ തന്നെ രക്ഷാപ്രവർത്തനങ്ങൾ പൂർണ്ണ സംതൃപ്തി രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. പ്രത്യേകിച്ചും സേനാ വിഭാഗങ്ങളും നാട്ടുകാരും ചേർന്ന് നടത്തുന്ന പ്രവർത്തനം ശ്ലാഘനീയം എന്ന് തന്നെയാണ് പറയുന്നത്. എങ്കിൽ പോലും മണ്ണിനടിയിൽ ഇനിയും ആളുകൾ ഉണ്ട് എന്നുള്ളതാണ് കിട്ടുന്ന വിവരം. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ആ മേഖലകളിലേക്ക് നടത്താൻ പോകുന്ന ഒരു അന്വേഷണം, അതാണ് ഇനി അടുത്ത ഘട്ടത്തിലുള്ളത്. അതിനുവേണ്ടി കൂടുതൽ സംവിധാനങ്ങൾ എത്തിച്ചുകൊണ്ടുള്ള ഒരു നീക്കം. ബെയിലി പാലം പൂർത്തിയാകുന്നതോടെ തന്നെ കൂടുതൽ യന്ത്രസാധനങ്ങളും പോലീസ് സേനാ അംഗങ്ങളുടെയും കൂടുതൽ വാഹനങ്ങളും അവിടെ എത്തിച്ചുകൊണ്ട് രക്ഷാപ്രവർത്തനത്തിലേക്ക് നീങ്ങാൻ കഴിയും എന്നുള്ള ഒരു പ്രതീക്ഷ കൂടി രക്ഷാപ്രവർത്തകർ പങ്കുവയ്ക്കുന്നുണ്ട്. മറ്റൊരു കാര്യം എടുത്തു പറയാനുള്ളത് ആരോഗ്യവകുപ്പിന്റെ കാര്യത്തിലുള്ള ഒരു സേവനമാണ്. കാരണം നിലവിൽ പല സ്ഥലങ്ങളിലും ക്യാമ്പുകളിലൊക്കെ കഴിയുന്നവരുണ്ട്. ഇവരുടെ ആരോഗ്യ നില ഒന്ന് മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയും കൗൺസിലിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നൽകുന്നതിനെക്കുറിച്ചും ആരോഗ്യവകുപ്പ് ആലോചിച്ച് തുടങ്ങിയിരിക്കുന്നു. ഇതിനായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിന്നും ഡോക്ടർമാരുടെ സംഘത്തെ കോഴിക്കോട് വിമാനമാർഗം എത്തിക്കും. അവിടെ നിന്ന് വയനാട്ടിലേക്ക് കൊണ്ടുപോകാനാണ് ഇപ്പോൾ ആലോചിക്കുന്നതിന്. ഇതിന്റെ നടപടിക്രമങ്ങളും പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ഒപ്പം പോസ്റ്റ്മോർട്ടം നടപടികൾ വേഗത്തിലാക്കുന്നതിന് പ്രതിസന്ധിയില്ലാതെ മുന്നോട്ട് പോകണം. അതിനായി ഡോക്ടർമാരുടെ സംഘത്തെ എത്തിച്ചു കഴിഞ്ഞിരിക്കുന്നു. നേരത്തെ മുഖ്യമന്ത്രി തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഓർമ്മിപ്പിച്ച ഒരു കാര്യമുണ്ട്. ഇനി അവിടെ ആവശ്യമായി വരിക ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരുടെ സേവനമാണ്. അത്തരത്തിൽ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരുടെ സേവനത്തിനായി വിവിധ സ്വകാര്യ ആശുപത്രികൾ മുന്നോട്ട് വന്നിട്ടുണ്ട്. പ്രത്യേകിച്ചും കോഴിക്കോടും കണ്ണൂരും ഒക്കെയുള്ള സഹകരണ മേഖലയിലുള്ള ആശുപത്രികളാണ് അവരുടെ ഡോക്ടർമാരെയും ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരെയും അങ്ങോട്ടേക്ക് വിടുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. അവരെയും എത്തിച്ചു കഴിഞ്ഞുകൊണ്ട് സമാന്തരമായി ചെറിയ ചെറിയ ക്ലിനിക്കുകൾ തുടങ്ങിക്കൊണ്ട് ആളുകൾക്ക് അവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങളിലേക്ക് നീങ്ങാനാണ് ഇപ്പോൾ സർക്കാർ ആലോചിക്കുന്നത്. ഈ തീരുമാനങ്ങൾ സർവകക്ഷി യോഗത്തിലും ചർച്ചയാവും. എന്തായാലും 1 മണിയോടുകൂടി ഒരു സമ്പൂർണ്ണ ആക്ഷൻ പ്ലാൻ, അതായത് ബാക്കിയുള്ളവരെ വീണ്ടെടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സമ്പൂർണ്ണ ആക്ഷൻ പ്ലാനിലേക്ക് സംസ്ഥാനം തിരിയും എന്നുള്ളതാണ് നമുക്ക് വ്യക്തമാകുന്ന ഒരു കാര്യം. അതേസമയം ഇനിയുള്ള സമയങ്ങൾ വളരെ കൃത്യതയോടെയും കണിശതയോടും കൂടി പ്രവർത്തിക്കണം എന്നുള്ള ഒരു നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. പ്രത്യേകിച്ചും സേനാ വിഭാഗങ്ങൾ. കാരണം മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ പുറത്തെടുക്കുന്നത് വളരെ ബുദ്ധിമുട്ടേറിയ ഒരു പണിയാണ്. അത് കൃത്യമായും കണ്ടെത്തി അവരെ പുറത്തെടുക്കുക എന്നുള്ള ജോലിയിലേക്കാണ് സൈന്യം ഇപ്പോൾ നീങ്ങിയിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ കാലാവസ്ഥ, അതായത് ബുധനാഴ്ച വരെയാണ് അവർ പറഞ്ഞിരുന്നത് മഴയുടെ സാധ്യത. എന്നാൽ ഇനി വരും ദിവസങ്ങളിൽ മഴയുടെ സാധ്യത മഴ കുറയാനുള്ള സാധ്യത കുറവാണ്. ഏകദേശം
3-ാം തീയതി വരെ ഇത്തരത്തിൽ മഴ തുടരും എന്നുള്ള ഒരു വിവരവും നമുക്ക് ലഭ്യമാകുന്നുണ്ട്. എന്തായാലും സംസ്ഥാന സർക്കാർ കാണാത്തതിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഒരു ദുരന്ത നിവാരണത്തിലേക്ക് അല്ലെങ്കിൽ രക്ഷാപ്രവർത്തനത്തിലേക്ക് നീങ്ങുന്നു എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ്. പ്രത്യേകിച്ചും അതിനകത്ത് മറ്റു വ്യത്യാസങ്ങൾ ഒന്നും തന്നെ ഇല്ലാതെ നാട്ടുകാരും ഒപ്പം സേനാ വിഭാഗങ്ങൾ ഒരുമിച്ച് ചേർന്ന് നടത്തുന്ന ഈ പ്രവർത്തനം വളരെ ശ്ലാഘനീയം എന്ന് തന്നെയാണ് എല്ലാവരും സമ്മതിക്കുന്നതും. എന്തായാലും വേണ്ടി വന്നാൽ കൂടുതൽ സേനാ വിഭാഗങ്ങൾ അവിടെ എത്തുന്നതിന് വേണ്ടി തയ്യാറായിരിക്കുന്നു എന്നുള്ളൊരു അറിയിപ്പ് കൂടി വന്നിട്ടുണ്ട്. കാരണം കൂടുതൽ ആളുകളെ എത്തിച്ചുകൊണ്ട് വേഗത്തിൽ രക്ഷാപ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുന്നതിനെ കുറിച്ചാണ് ആലോചിക്കുന്നത്. അത് മുഖ്യമന്ത്രിയുടെ ഈ സർവകക്ഷി യോഗത്തിന് ശേഷമായിരിക്കും. അത്തരത്തിൽ ഇനി കൂടുതൽ സേനാ അംഗങ്ങളെ എത്തിക്കണമെന്നുണ്ടെങ്കിൽ അത് സംബന്ധിച്ചുള്ള ഒരു തീരുമാനത്തിലേക്ക് കടക്കുക. എന്തായാലും കോഴിക്കോട് ബേസ് ചെയ്തുകൊണ്ട് വിമാനത്താവളം ബേസ് ചെയ്തുകൊണ്ട് അവരുടെ ഹെലികോപ്റ്ററുകൾ എത്തിച്ചു കഴിഞ്ഞിരിക്കുന്നു. ആവശ്യഘട്ടത്തിൽ എത്തിക്കാനുള്ള ആരോഗ്യ വകുപ്പ് അവരുടെ സേനയുടെ തന്നെ ആരോഗ്യ പ്രവർത്തകരെ സജ്ജമാക്കി നിർത്തിയിട്ടുണ്ട്. അത്തരത്തിൽ സേനാ വിഭാഗങ്ങളും പൂർണ്ണ സജ്ജമാണെന്നുള്ളൊരു അറിയിപ്പാണ് അവരുടെ ഭാഗത്തുനിന്ന് അറിയാൻ കഴിയും. എന്തായാലും വരും മണിക്കൂറുകൾ വളരെ നിർണായകമാണ്. ഒപ്പം ഇനിയുള്ള തീരുമാനങ്ങൾ വളരെ ഊർജ്ജസ്വലതയോടുകൂടി മുന്നോട്ട് പോകാൻ തന്നെയായിരിക്കും. കാരണം 2-3 ദിവസങ്ങളായി അവിടെ പണിയെടുക്കുന്ന അല്ലെങ്കിൽ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന സേനാ വിഭാഗത്തിലെ ആളുകളെ മാറ്റി കുറച്ചുപേരെ മാറ്റി പുതിയതായ ആളുകളെ എത്തിക്കുന്നതിനെ കുറിച്ചും ആലോചിക്കുന്നുണ്ട്. എന്തായാലും ഈ മുഖ്യമന്ത്രിയുടെ സർവകക്ഷി യോഗത്തിന് ശേഷമായിരിക്കും മറ്റ് ഘട്ടങ്ങളിലേക്ക് കടക്കുക. നിലവിലെ സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പിന്റെ പ്രവർത്തനങ്ങൾ വളരെ മെച്ചപ്പെട്ടിട്ടുണ്ട്. ഇനിയും കൂടുതൽ ആരോഗ്യവകുപ്പിലെ ഉദ്യോഗസ്ഥരെയും ഡോക്ടർമാരെ വേണമെന്നുണ്ടെങ്കിൽ വയനാട്ടിലേക്ക് എത്തിക്കാനുള്ള സംവിധാനങ്ങൾ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ഒപ്പം മറ്റൊരു കാര്യം എടുത്തു പറയുന്നത് ഇവരുടെ പുനരധിവാസവുമായി ബന്ധപ്പെട്ടതാണ്. അതിന്റെ കാര്യങ്ങൾ പിന്നീട് ചർച്ച ചെയ്യാം. നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ ഇവർക്ക് നൽകേണ്ട അതായത് രക്ഷപ്പെട്ടെത്തിയവർക്കുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ, ആഹാരം, അവർക്ക് കൃത്യമായി തങ്ങാനുള്ള സംവിധാനങ്ങൾ അല്ലെങ്കിൽ ക്യാമ്പുകൾ വൃത്തിയോടും വെടുപ്പോടുകൂടിയും സൂക്ഷിക്കുക, മറ്റ് സാംക്രമിക രോഗങ്ങളുടെ സാധ്യത ഇല്ലാതാക്കുക, ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് ഉള്ള ഒരു പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകണം എന്നുള്ള നിർദ്ദേശം തന്നെയാണ് ഇന്ന് രാവിലെ മുഖ്യമന്ത്രിയും നൽകിയിട്ടുള്ളത്. എന്തായാലും വരും മണിക്കൂറുകൾ വളരെ ശ്രദ്ധയോടുകൂടി ഊർജ്ജസ്വലതയോടുകൂടി തന്നെ സേനാ വിഭാഗങ്ങളും രക്ഷാപ്രവർത്തകരും മുന്നോട്ട് കൊണ്ടുപോകും എന്നാണ് നമുക്ക് വ്യക്തമാകുന്നത്. ശരി ബിനോയ്.